Good morning. Thanks to the president, leaders, and all our BNI members. ഇത് ഞങ്ങളുടെ കാറ്റഗറി വരുന്നത് ഫങ്ഷണൽ മെഡിസിൻ ആണ്. ഇപ്പോൾ ഇത് ശരിക്കും ന്യൂട്രീജിനോമിക് ബേസ്ഡ് പ്രിവെന്റീവ് ആൻഡ് പ്രെഡിക്റ്റീവ് ഹെൽത്ത് കെയർ ക്ലിനിക് ആണ്. ഇന്ന് 70% പേരും ഇന്ന് ആദ്യം ഡിസീസ് ഫസ്റ്റ് ദെൻ ട്രീറ്റ്മെന്റ് ആണ്. പക്ഷേ സയൻസ് അത്ര അഡ്വാൻസ്ഡ് ആണ്. പല രോഗങ്ങളും നമുക്ക് പ്രിവെന്റ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് പ്രിവെന്റ് ചെയ്യാനും സാധിക്കും. ഇവിടെ നമുക്ക് വേണ്ടത് ഒരു ശരിക്കും നമ്മുടെ ലൈഫ് സ്പാൻ കൂടിയിട്ട് ഒരിക്കലും നമ്മുടെ ഹെൽത്ത് സ്പാൻ കൂടിയില്ല. നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് കൂടിയില്ല, പക്ഷെ ഒരിക്കലും ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടിയിട്ടില്ല. ഇതിന് നമുക്ക് വേണ്ടത് ഒരു പാരഡൈം ഷിഫ്റ്റ് ആണ്, പ്രെഡിക്റ്റീവ് ആൻഡ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. ഇന്ന് നമ്മൾ ഏത് മാർക്കറ്റിൽ എന്ത് വരികയാണെങ്കിലും നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും സ്മാർട്ടായിട്ടുള്ളതാണ് തിരഞ്ഞെടുക്കുക. പക്ഷേ ഹെൽത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഇന്നും എല്ലാവരും ഓൾഡായിട്ടുള്ള ഇതാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ യൂണിവേഴ്സിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന നമ്മുടെ ലൈഫ് നമ്മുടെ ബോഡി തന്നെയാണ്. ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി, ഇറ്റ് ഈസ് ഓൺലി പ്ലേസ് യു ഹാവ് ടു ലിവ്. എന്താണ് ഫങ്ഷണൽ മെഡിസിൻ? ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അഡ്വാൻസ്ഡ് മോഡേൺ മെഡിസിൻ ആണ്. ഇത് MBBS കഴിഞ്ഞ ഡോക്ടേഴ്സ് തന്നെയാണ്. ശരിക്കും നമുക്ക് രോഗം വന്നാൽ എന്തായാലും നമുക്ക് മെഡിസിൻ വേണം. പക്ഷെ പല രോഗങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് സാധാരണ നമുക്ക് ബോഡിയുടെ രണ്ട് സ്ട്രക്ചർ, നമുക്ക് രണ്ട് ഡിവിഷനാണ്. ഒന്ന് ബോഡിയുടെ അനാട്ടമി വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഫിസിയോളജി വരുന്നുണ്ട്. നമ്മൾ ഫിസിയോളജിയിൽ ബോഡി ഫങ്ഷൻസ് ആണ്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഡിസീസ് ഉണ്ട്, ഡിസോർഡർ ഉണ്ട്. അതുപോലെ തന്നെ ഡിസീസ് നമുക്ക് രണ്ടായിട്ട് തിരിക്കുക, അക്യൂട്ട്, ക്രോണിക്. ഇപ്പം അക്യൂട്ട് ഇപ്പം നമ്മൾ വൈറസ്, ബാക്ടീരിയ, ഫംഗസ് ഒക്കെ വരുന്ന രോഗങ്ങൾക്ക് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് വേൾഡിൽ എവിടെ അവൈലബിൾ ആണ്. പക്ഷെ ഇത് ക്രോണിക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വന്നിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും അത് നമുക്ക് ഒരിക്കലും വൈറസോ ബാക്ടീരിയോ ഫംഗസോ അല്ല, നമ്മുടെ ബോഡിയിലുള്ള ഒരു ക്രോണിക് ഇൻഫ്ലമേഷൻ ആയിരിക്കും. ഇവിടെ ഡോക്ടർ നോക്കുന്നത് എന്താണ് നമുക്ക് രോഗം എന്നല്ല, എന്തുകൊണ്ടാണ് ഈ രോഗം വന്നതാണ്. അപ്പൊ നമ്മുടെ രോഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിലാണ്, ഇങ്ങനെയാണ് ഇൻഫ്ലമേഷൻ. ക്രോണിക് ലൈഫ് സ്റ്റൈൽ ഡിസീസ്. ക്രോണിക് ലൈഫ് സ്റ്റൈൽ ഡിസീസിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഡയബറ്റിക്കിന് മരുന്നെടുക്കും. ഇതുപോലെ ഓരോന്നിനും ഇപ്പോൾ ഹാർട്ട് ഡിസീസ് ആയാലും BP ആയാലും മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു. പക്ഷെ ഒരിക്കലും നമുക്കത് ക്യൂർ ആവില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അപ്രോച്ച് വേറെയാണ്. ഇവിടെ ശരിക്കും ഈ ബോഡി ഇവിടെ ഡോക്ടർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. ഇത് ശരിക്കും ഇൻറ്റിഗ്രേറ്റഡ് ഫങ്ഷണൽ മെഡിസിൻ ആണ്. മെഡിസിൻ നമുക്ക് നിർബന്ധമാണ്. രോഗം വന്നു കഴിഞ്ഞാൽ ഈ രോഗത്തിന് ചികിത്സിക്കാൻ നമുക്ക് മെഡിസിൻ വേണം. അതേ ടൈമിൽ തന്നെ ഇവരുടെ ബോഡിയിൽ നിന്ന് ഈ ഇൻഫ്ലമേഷൻ ഷട്ട് ഡൗൺ ചെയ്യണം. ഇതിന്റെ ബ്രാഞ്ചസ് എവിടെയാണെന്ന് അവർ ഡോക്ടർ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ ശരിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നായാലും അത് എൻവയറമെന്റിൽ നിന്നായാലും ഈവൻ നമുക്ക് വൈറൽ, അതുപോലെ തന്നെ ബാക്ടീരിയൽ, ഫംഗലൊക്കെ ആയിട്ടുള്ള നമുക്ക് ഇൻഫെക്ഷനൊക്കെ നമുക്ക് ഇൻഫ്ലമേഷൻ വരാം. ഈ സമയത്ത് നമ്മുടെ DNA NF-κB ആക്ടിവേറ്റ് ആവുന്നത് ഡീആക്ടിവേറ്റ് ആകുന്നത് നമ്മുടെ ഫങ്ഷണൽ ഇംബാലൻസ് ക്ലിയർ ചെയ്തിട്ടാണ് ഡോക്ടർ ചെയ്യുന്നത്. ശരിക്കും ഇതുപോലെ ഇപ്പൊ ഇൻഫ്ലമേഷൻ ഇത് ഡോക്ടർ എങ്ങനെയാണ് കണ്ടെത്തുക, റൂട്ട് കോസ് കണ്ടെത്തുന്നത് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ ജനറ്റിക് ടെസ്റ്റ് കൂടിയാണ്. അതിന് പുറമെ ഈ ഇൻഫ്ലമേഷൻ പലപ്പോഴും ഓരോ വ്യക്തിക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ചില ആളുകൾക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കാം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിരിക്കും, ഹോർമോണൽ ഇംബാലൻസ് ആയിരിക്കും, അതുപോലെ തന്നെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആയിരിക്കും. അപ്പോൾ എന്താണോ അതുപോലെ തന്നെ നമ്മുടെ ഇമോഷണൽ ബേർഡൻ ആയിരിക്കും, സ്ലീപ്പ് പാറ്റേൺ ആയിരിക്കും, ഇന്നാക്ടിവിറ്റി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഓരോ റൂട്ട് കോസിൽ കൊണ്ട് അത് കണ്ടെത്തിയിട്ട് ട്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇന്ന് സമൂഹത്തിൽ ഇപ്പോൾ ഈ ഡിസീസായിട്ട് ഇന്ന് 80% ആളുകളും ശരിക്കും പ്രയാസപ്പെടുന്നത് ക്രോണിക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. ഇന്നിവിടെ നമ്മുടെ എല്ലാവരും ഇപ്പോൾ ബ്ലഡ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഇപ്പോഴും സിങ്ക്, B12, വൈറ്റമിൻ D, അതുപോലെ തന്നെ മാഗ്നീഷ്യം ഏതിൻ്റെങ്കിലും ഒന്നിൻ്റെ കുറവുണ്ടായിരിക്കും. ഇതിനായിരിക്കും ചിലപ്പോൾ നമ്മൾ ലൈഫ് ലോങ് മരുന്ന് എടുക്കുന്നത്. ഇന്നത് ചെക്ക് ചെയ്യാനും കറക്റ്റ് ചെയ്യാനും സാധിക്കും. ഡിസീസസ് ശരിക്കും ഇങ്ങനെ വരുന്നത് ക്രോണിക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ജനറ്റിക് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതിൻ്റെ ഒരു സിസ്റ്റമാണ് ചിലപ്പോൾ നമുക്ക് ഡിസ്ഫങ്ഷൻ ആവുക. അതാണ് പിന്നീട് മൾട്ടിപ്പിൾ ഡിസ്ഫങ്ഷനോട് കൂടിയിട്ടാണ് നമുക്ക് രോഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ രോഗങ്ങൾക്കൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൽ ABCD-MG എന്നുള്ളൊരു ഫോർമുലയാണ്. അതായത് ആൻട്രോപ്പോമെട്രി നമ്മൾ ചെക്ക് ചെയ്യും, അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ബ്ലഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ ക്ലിനിക്കൽ ടെസ്റ്റ്, അതുപോലെ തന്നെ ഡയറ്റ് പാറ്റേൺ. ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ ഡയറ്റ് പാറ്റേൺ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും, ഡോക്ടർക്ക് അതുപോലെ തന്നെ ന്യൂട്രീഷനിസ്റ്റിനോ അറിയാൻ സാധിക്കും നമുക്ക് എന്തിൻ്റെയൊക്കെ ഡെഫിഷ്യൻസിയാണ് വർഷങ്ങളോളം ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ. ഇത് IV ന്യൂട്രിയൻ ട്രിപ്പ് കൂടി അതുപോലെ തന്നെ സപ്ലിമെന്റ്സിൽ കൂടി മെഡിസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇത് ക്യൂർ ചെയ്യുന്നത്. പിന്നീട് നമുക്ക് മെഡിസിൻ കുറച്ച് കൊടുത്തിട്ട് നിർത്താൻ സാധിക്കും. ആ ഒരു രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഇന്ന് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് DNA ടെസ്റ്റിനെ പറ്റിയിട്ട് അന്ന് എല്ലാവരും ചെയ്തിരിക്കേണ്ട ഒന്നാണ്. ഇത് ശരിക്കും നമ്മുടെ ഇപ്പോൾ നമുക്ക് സെൽ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ടിഷ്യൂസ്, ഓർഗൻ സിസ്റ്റം നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ
അതിലും അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ സെല്ലിലെ ന്യൂക്ലിയസിലെ ക്രോമോസോംസിലെ DNA ജീൻസിലെ ന്യൂക്ലിയോടൈഡ്സിൽ നമ്മൾ എന്ത് റിസ്ക് ഫാക്ടറാണ് കൊടുക്കുന്നതെന്ന് അറിയാൻ സാധിക്കും. നമ്മൾ ഫാദർ മദർ അതുപോലെ നമ്മുടെ ഹെറിഡിറ്ററി അതിൽ കൂടി നമ്മൾ അവരുടെ ഹൈറ്റ് വെയിറ്റ് കളർ എല്ലാം കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ കുറേ ഇമോഷൻ കൊടുത്തിട്ടുണ്ട്, കുറേ ഡിസീസസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കണ്ടെത്താനും അതിന് എപ്പിജനറ്റിക് ഫാക്ടർ കൂടി നമുക്ക് പ്രിവെന്റ് ചെയ്യാനും സാധിക്കും. ഇന്ന് DNA കിറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതിയെ കൊണ്ടിട്ടുണ്ട്. 40 കൊല്ലത്തിന് ശേഷം നമുക്ക് എന്തൊക്കെ രോഗം വരുന്നത് അങ്ങനെ പ്രിവെന്റ് ചെയ്യാനും സാധിക്കും. അത്രയും അഡ്വാൻസ്ഡ് ആണ് സയൻസ്. ഇനി ഇതിൽ ഇപ്പോൾ നമുക്ക് എഫക്റ്റഡ് ഫാദർ അൺഎഫക്റ്റഡ് മദർ. ഇപ്പോൾ ഫാദറിന് ചിലപ്പോൾ ഡയബറ്റിക് ഉണ്ട്, മദറിന് ഇല്ല. പക്ഷെ കുട്ടികൾക്ക് എല്ലാവർക്കും വരുന്നില്ല. കാരണം അവരുടെ ഡോമിനൻ്റ് ആണോ റെസസീവ് ആണോ ജീൻസ് എന്ന് പറയുന്നത്. ഡോമിനൻ്റ് ആണെന്നില്ല, ഡോമിനൻ്റ് ആണെങ്കിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ ഡോമിനൻ്റ് ആണെങ്കിലും എൻ്റെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ അത് ചിലപ്പോൾ വരില്ല. നമ്മൾ ട്രിഗർ ചെയ്യുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സാണ്. ഇത് ഞങ്ങൾ ഡോക്ടറാണ് ഡോക്ടർ A. ശ്രീകുമാർ. 44 വർഷം മെഡിക്കൽ രംഗത്ത്, 22 വർഷം ഫങ്ഷണൽ മെഡിസിൻ എക്സ്പെർട്ടാണ്. ഡോക്ടേഴ്സ് ക്ലാസ് എടുത്ത് സുധീന്ദ്ര മിഷൻ ഹോസ്പിറ്റൽസിലെ ഫങ്ഷണൽ മെഡിസിൻ്റെ ഹെഡാണ്. അവരിൽ നിന്ന് തന്നെ അവിടുന്ന് കുറേ വർഷം പ്രാക്ടീസ് ചെയ്തുള്ള ഡോക്ടേഴ്സാണ് നമ്മുടെ ക്ലിനിക്കിലുള്ളത്. ഫങ്ഷണൽ മെഡിസിൻ സർട്ടിഫൈ ചെയ്തുള്ള ഡോക്ടേഴ്സ്. ഈ രോഗമൊക്കെ ഇതിലുള്ളവരൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവരൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. റെസിഡൻസ് അസോസിയേഷൻ, അതുപോലെ തന്നെ സ്കൂൾസ്, അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റ്സ്, ഹെൽത്ത്, ഫിറ്റ്നസ്, ഇവരെയൊക്കെ ഞങ്ങൾക്ക് കണക്ട് ചെയ്ത് തരാൻ സാധിക്കും. ഞങ്ങൾ മെഡിക്കൽ ക്യാമ്പ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ക്യാമ്പിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് റെഫർ ചെയ്യാം. പിന്നെ ഇത് എല്ലാവരും നമുക്ക് വളരെയധികം സപ്പോർട്ടീവായിരുന്നു. ഇതിലിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലയൻറ്റ് വരുന്നത് സർവോത്തംജിയാണ്. അതുപോലെ തന്നെ റെഫറല് ടയർ 1, ടയർ 2, ടയർ 3 എല്ലാം ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും എല്ലാവരും വളരെ അധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. To stay healthy for a lifetime, you can contact and refer me. Once again, Sunil. Thank you.